ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളോത്സവം പോലുള്ള മേളകൾക്ക് വലിയ പങ്കെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കേരളോത്സവം പോലുള്ള മേളകൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോതമംഗലത്ത് സംസ്ഥാന കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം കണ്ട ഏറ്റവും വലിയ കേരളോത്സവങ്ങളുടെ പട്ടികയിലൊന്നായി കേരളോത്സവത്തെ മാറ്റിത്തീർക്കാൻ നിങ്ങൾക്കാകും. അതിൻ്റെ എല്ലാമായ ഒരു സംഘാടക സമിതി ഓഫീസ് ഇവിടെ അനിവാര്യമാണ്. എല്ലാ വർഷവും സംസ്ഥാന കേരളോത്സവം നടക്കുന്നതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു വിപത്തിനെതിരെയുള്ള വലിയ പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധം എല്ലാവരെയും യോജിപ്പിച്ചുള്ള പ്രതിരോധമാണ്. ലഹരി എന്ന അപകടകരമായ വിപത്തിനെതിരെ ഉള്ള പ്രതിരോധങ്ങളിൽ നമുക്ക് തീർച്ചയായും പ്രധാന പട്ടികയിൽപ്പെടുത്താവുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം കലോത്സവം. യുവത്വത്തെ കായിക രംഗത്ത് വളരെ സജീവമാക്കുകയും ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായി ഉണ്ടാകുന്ന സജീവത വെറുതെ ഇരിക്കുന്നവരിൽ പിടിപെടാവുന്ന അപകടകരമായ തെറ്റായ പ്രവണതകളിൽ നിന്നും മുക്തി നേടി മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഒരു പ്രതിരോധമുണ്ട്. ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന കായിക കലോത്സവങ്ങളിൽ ഒന്നാണ് കേരളോത്സവം. ലഹരിക്കെതിരെ വലിയ പ്രതിരോധം ഉയർന്നു വരുന്ന ഈ കാലത്ത് നടക്കുന്ന മേള എന്ന നിലയിൽ ഇത്തവണത്തെ കേരളോത്സവത്തിന് സവിശേഷത ഏറുകയാണ്. കലാകായിക മേഖലകളിൽ യുവതയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ മറ്റ് തെറ്റായ പ്രവണതകളെ അകറ്റി നിർത്താൻ കഴിയും. ജയപരാജയങ്ങളല്ല, മറിച്ച് പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം. അതിനാൽ പരമാവധി പേരെ മേളയുടെ ഭാഗമാക്കണം. മികച്ച രീതിയിലാണ് സംഘാടക സമിതിയുടെ ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച കേരളോത്സവങ്ങളിൽ ഒന്നായി കോതമംഗലത്തെ കേരളോത്സവം മാറുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. പോലീസ് സ്റ്റേഷന് സമീപമുള്ള കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് സമുച്ചയത്തിലാണ് സംഘാടക സമിതി ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളീയ യുവത്വത്തിന്റെ കലാകായിക മേളയായ കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ഏപ്രിൽ 8, 9, 10, 11 തീയതികളിലായാണ് കോതമംഗലത്ത് നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി ജോൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ്. സതീഷ്, ജില്ലാ കളക്ടർ NSK ഉമേഷ്, FIT ചെയർമാൻ R. അനിൽകുമാർ, കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, തഹസിൽദാർ M. അനിൽകുമാർ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ R. പ്രജീഷ, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ AR രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.